ആയിരിക്കും. കുട്ടീൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഹലോ. അപ്പോൾ ഇങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മുടെ പാത്തുവിൻ്റെ ബർത്ത്ഡേ മോർണിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ എന്നോട് വിളിച്ചിട്ട് പറയുന്നത് അങ്ങോട്ട് ചെല്ലാൻ. അപ്പം ഞാൻ പോയി നോക്കിയപ്പോഴാ മൂത്തമ്മ രാവിലെ തന്നെ പാത്തുവിനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡോൾസ് എന്ന് വെച്ചാൽ അവളുടെ ജീവനാണ് കേട്ടോ. അപ്പോൾ അവളിതാ ഒരു ബേബി ഡോളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇരിക്കുകയാണ്. ഞാൻ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഇതുപോലെ വേറൊരു ഡോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക് മോർണിംഗിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മൂത്തമ്മ ഇതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യം എടുത്തിട്ട് അവളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് അവളുടെ സന്തോഷം കണ്ടില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഡോൾസുകളൊക്കെ. അങ്ങനെ ഡോളൊക്കെ വെച്ചിട്ട് അവൾ കുറച്ച് നേരം കളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവൾ മൂത്തമ്മ കൊണ്ടുവന്ന ചെയറിൽ ഡോൾസിനൊക്കെ ഇരുത്തിയിട്ട് അതിലും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അന്ന് അനിയത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അവളുടെ ടോയ് കാറ്. പിന്നെ എൻ്റെ അമ്മായിയുടെ മോള് വന്നിട്ട് അവളെ കളിപ്പിക്കുകയാണ് കേട്ടോ. ആളതിലിരുന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് തിരിച്ച് നടക്കുകയാണ്. അങ്ങനെ പാത്തുവിനെ കുളിച്ച് സുന്ദരിയാക്കിയിട്ട് കൊടുന്നിരുത്തിയിട്ടുണ്ട്. അങ്ങനെ അനിയത്തിയുടെ മോനായിട്ട് അവളെ കളിക്കാനതാ ഇരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് ഇടുന്നില്ല കേട്ടോ. നമുക്ക് ഫുഡ് വരുന്നത് എൻ്റെ അമ്മോൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ വീടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ഹാളിലേക്ക് പോവുള്ളൂ. അപ്പോഴേ നമ്മൾ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് മോന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതാ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അവളൊന്ന് കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ആള് ഡ്രസ്സ് ഇടുമ്പോഴുള്ള കരച്ചിൽ നോക്കണ്ട കേട്ടോ. അത് പതിവായിട്ടുള്ളതാണ് ഇവിടെ. അവൾക്ക് എപ്പോൾ ഡ്രസ്സ് ഇടുമ്പോഴും ഈ ഒരു കരച്ചിൽ നിർബന്ധമാണ് കേട്ടോ. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് കേട്ടോ. ഞാൻ ഇന്നലെ പാത്തുവിന് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ പെരുന്നാക്കന്നെ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ അവൾ അത് പരത്തിട്ട് ആകെ കൊളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്റ്റിക്കർ എടുത്തിട്ട് വാങ്ങിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത് പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടില്ല. ഇന്ന് ഇത് ഒട്ടിക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ അവളെ റെഡിയാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. അവൾ ഒരു സാധനത്തിലൊന്നും വെറുതെ ഇരിക്കില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ച് മുഴുവൻ എടുത്തു കൊടുത്തിട്ടാണ് കേട്ടോ അവളവിടെ ഇരുത്തിയേക്കുന്നത്. അതാകുമ്പോൾ ഒന്നെടുത്തിട്ട് അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ നോക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന് തരുന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ ഇരുത്തിയേക്കുന്നത്. പിന്നെ ഈ സ്റ്റിക്കറൊക്കെ ഞാൻ പണ്ട് എപ്പോഴോ യൂസ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം അതെങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നുള്ള കറക്റ്റ് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് നോർമലി ഒട്ടിച്ച് നോക്കിയിട്ട് കീറി നോക്കിയിട്ടാണ്. അപ്പോൾ കീറുമ്പോഴും നമ്മളെ കൂടെ തന്നെ ആ സ്റ്റിക്കർ വരുന്നുണ്ടായിരുന്നേ. അങ്ങനെയാണ് പിന്നെ എനിക്കൊന്ന് ഓർമ്മ വന്നത്. മുമ്പ് നമ്മൾ വെള്ളം അങ്ങനെ ആക്കിയിട്ട് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അത് ഒട്ടുന്നൊരു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആദ്യത്തെ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ തന്നെ പാത്തു നല്ലോണം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാനത് എടുത്തിട്ട് വെള്ളം കുപ്പി ഒന്ന് മാറ്റി വെക്കാൻ നോക്കിയപ്പോഴേക്കും ആളത് വലിച്ചൂരിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റിക്കർ ഒട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 2 കാലിലും 2 കൈയിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഭംഗി കണ്ടിട്ട് എൻ്റെ അനിയത്തിയുടെ മോനെ കൈയടിക്കുമ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കായിരുന്നു കേട്ടോ. പിന്നെ ആള് കലിപ്പിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ബെഡ് ആകെ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളമൊക്കെ ബെഡിൽ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവൾ കളിച്ചിട്ട് ഒന്നാകെ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് പിന്നെ വൃത്തിയാക്കാനായിരുന്നു എൻ്റെ പണി ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
അപ്പോഴേക്കും ടൈമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ എൻ്റെ അനിയത്തി ഉമ്മയൊക്കെ വന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. കാരണം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നീ പെട്ടെന്ന് വരാന്നുണ്ടെങ്കിൽ നിനക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് ഇതാ വൃത്തിയാക്കലും അത് കഴിഞ്ഞിട്ട് പാത്തുവിനൊന്ന് ഉറക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും അവൾ അലമ്പാക്കും എന്നുള്ളത് അറിയാം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുമാതിരി ശീലക്കേട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവൾ പെട്ടെന്ന് ഉറക്കിയിട്ട് ബാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിക്കാന്നുള്ളതിൽ ബെഡ്ഷീറ്റ് ഇതാ ഞാൻ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്തുവിനെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് അടുത്തുള്ള പണി എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇനി ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കണം. അങ്ങനെ ഇതായിരുന്നു കേട്ടോ മോനന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. അവൻ എൻ്റെ പെരുന്നാൾ ക്യാഷൊക്കെ എടുത്ത് വെച്ചിട്ട് പാത്തുവിന് ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ ഞാൻ ടൈമില്ലാണ്ട് ഓടുന്ന സമയത്താണ് കേട്ടോ അമ്മായിൻ്റെ മോളും പിന്നെ അമ്മായിൻ്റെ മരുമകള് പിന്നെ എൻ്റെ അമ്മേൻ്റെ 2 ചെറിയ മക്കള് അവരൊക്കെ പാത്തുവിനുള്ള ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പാത്തുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ക്യാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവർ ക്യാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടെഡി ബെയറും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 പാക്കറ്റ് സ്വീറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് കൊണ്ടുവന്ന് തന്നപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആകാൻ പോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അമ്മോൻ്റെ വീട്. ഇവിടെയാണെന്ന് നമുക്ക് ഫുഡൊക്കെ വരുന്നത്. അപ്പോഴേക്കും പാത്തു നമ്മളതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാത്തുവിനെ എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ബാക്കിയൊക്കെ ഇനി വരാനുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ നേരെ പോയത് കിച്ചണിലോട്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതാ ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കര ഗെയിം കളിയിലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അവരൊന്ന് എടുത്തിട്ട് നേരെ കിച്ചണിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മൂത്ത അമ്മോന്. അമ്മോൻ്റെ അമ്മായിയാണ് അത്. അമ്മായിനെ നിങ്ങൾക്ക് വേറെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെതാ ഇവർക്കൊക്കെ ഇവിടെ തകൃതിയായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരോരോ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴേക്കും. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരാൾ +2 പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വീറ്റ് അമ്മായി തന്നതാണ് കേട്ടോ ഇത്. പിന്നെതാ വരാനുള്ള ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നവരൊക്കെ ആയിട്ട് നമ്മളിതാ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെതാ ഓരോ കുട്ടിപ്പട്ടാളംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് സംസാരിക്കായിരുന്നു. നമ്മളിതാ ഓരോരുത്തർ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നിട്ട് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് വിളമ്പാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിനുള്ള ടേബിൾ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ. പിന്നെ അതാ അടുത്ത പരിപാടി ദമ്മ് പൊട്ടിക്കലായിരുന്നു കേട്ടോ. ദമ്മ് പൊട്ടിക്കാൻ പിന്നെ എക്സ്പെർട്സ് തന്നെ വേണമല്ലോ അല്ലേ. അങ്ങനെ വിരുന്നിന് വന്ന ആളെ ഞാൻ കേട്ടോ ദമ്മ് പൊട്ടിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതെൻ്റെ അമ്മായിയുടെ ആങ്ങളെയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യനെയും പെണ്ണിനെയും കൂടെ ഈ സൽക്കാരത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളെ പാത്തുവിൻ്റെയും ഫംഗ്ഷൻ കൂടെ ഇതിൽ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇതാണ് എൻ്റെ കസിൻസ് കേട്ടാ. ഈ ഡോർ വർക്കലൊക്കെ അവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതേ അല്ല കേട്ടാ. അവരെന്നോട് വീഡിയോ എടുക്കല്ലേ റെഡി ആവട്ടെ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഞാൻ നേരിട്ട് പോയിട്ട് എടുത്തതാണ് കേട്ടോ. അവരത് ആക്ടിങ് ഒന്നല്ല കേട്ടോ, ഞാൻ അറിയാണ്ട് പോയി എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഇല്ലല്ലോ അല്ലേ? അങ്ങനെ ഫുഡൊക്കെ വിളമ്പിയിട്ട് ഇതാ നമ്മുടെ വീട്ടിൽ ആദ്യം ആണുങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുട്ടികൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇടയിൽ കൂടി ഒരു സീറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അവിടെ ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പാത്തുവിനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മാറ്റണമായിരുന്നു കേട്ടോ. 3 മണിയാകുമ്പോഴേക്കും നമുക്ക് ഹാളിൽ എത്തണമായിരുന്നു. നമ്മുടെ ടൈം വരുന്നത് 4 to 5 ആയിരുന്നു കേട്ടോ. അപ്പോൾ 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും പാത്തും കൂടെ ഇതാ പെട്ടെന്ന് വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. മോനും റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും 3:50 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണി ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ തന്നെ പോവാന്നുള്ള പ്ലാനിങ്ങിൽ റെഡി ആവരൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഉമ്മയും ഉപ്പയും കൂടെ അനിയത്തിയും കൂടെ നേരത്തെ അവിടെ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് നമ്മളുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഹാളായിരുന്നു കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ. നമ്മളിതാ കുറച്ച് ആൾക്കാരെ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഹാൾ അത്രയും നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്യണം, ഒരു ഫോട്ടോ എടുക്കണം, എല്ലാവരും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അതൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അങ്ങോട്ട് എൻ്റെ കസിൻസൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിൻസും പിന്നെ അതാ കസിൻ്റെ ഒരു മോന് അവൻ്റെ വകയായിട്ട് പാത്തുവിന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവരോടൊക്കെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടാൻ വേണ്ടി പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഒരിക്കലും ഇത്രയും ഇതിൽ ഒരു ബർത്ത്ഡേ കഴിയുന്നുള്ള നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഒന്നും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കന്ന്. നമ്മൾ വിചാരിക്കാത്ത പോലെയുള്ള ഓരോ കാര്യങ്ങൾ നടന്ന് എല്ലാവരും വന്ന് സന്തോഷമായിട്ട് കൂടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും അവിടെ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. കസിൻസൊക്കെ ചിലർ അവരുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നത്. ചിലരിതാ നമ്മളെ കൂടെ തന്നെ റിട്ടേൺ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെയാണ് കേട്ടോ പാത്തുവിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ. നമ്മളിതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇവരുടെ ബർത്ത്ഡേ എന്നുള്ള കാര്യം നമ്മൾ പറയാതെ തന്നെ സൽക്കാരത്തിന് വരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലും പിന്നെ കേക്ക് മുറിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലും വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവരൊക്കെ ഇത് മുൻകൂട്ടി കണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഹാളിലാക്കിയത്. അതിന് മുന്നേ നമ്മൾ ബീച്ചിൽ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. പക്ഷെ എന്തൊക്കെയായാലും പാത്തുവിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നുണ്ടായ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.